ഇന്നത്തെ മത്സരത്തിൽ കൊൽക്കത്തയും ഡൽഹിയുമാണ് നേർക്കുനേർ വന്നത്. കൊൽക്കത്ത 204 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ബാറ്റിംഗിൽ ഡൽഹി ഈ റൺസ് മറികടക്കാതെ തോറ്റിരിക്കുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ കൊൽക്കത്ത ജയിച്ചപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. രാജസ്ഥാന് സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ IPL എല്ലാ ടീമിൻ്റെയും പ്ലേ ഓഫ് സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഡൽഹി ഇന്ന് കളി തോറ്റപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. നിലവിൽ പോയിന്റ് ടേബിളിൽ 9ാം സ്ഥാനത്തുള്ളത് ഹൈദരാബാദാണ്. അവർക്ക് 6 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഹൈദരാബാദിന്റെ പ്ലേ ഓഫ് സാധ്യത വളരെ കുറവാണ്. ഇന്ന് കൊൽക്കത്ത കളി ജയിച്ചപ്പോൾ 9 പോയിന്റ് നേടിയിരിക്കുകയാണ്. കൊൽക്കത്ത ഇതുവരെ 10 മാച്ച് കളിച്ചിട്ടുണ്ട്. ഇതേ സമയം ലക്നൌവിനാകട്ടെ 10 മാച്ചിൽ നിന്ന് 10 പോയിന്റ് മാത്രമേ ഉള്ളൂ. ലക്നൌ 6ാം സ്ഥാനത്താണ്. പഞ്ചാബാണ് 5ാം സ്ഥാനത്ത്. അവർക്ക് 11 പോയിന്റ് ഉണ്ട്. പഞ്ചാബിനും 85% പ്ലേ ഓഫ് സാധ്യത ഇപ്പോഴുണ്ട്. നിലവിൽ ആദ്യത്തെ 4 സ്ഥാനത്തുള്ളത് RCB, മുംബൈ, ഗുജറാത്ത്, ഡൽഹിയാണ്. RCB ആണ് പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്ത്. അവർക്ക് 14 പോയിന്റ് ഉണ്ട്. മുംബൈ ടീം 2ാം സ്ഥാനത്താണ്. അവർക്ക് 12 പോയിന്റ് ഉണ്ട്. ഇതേ സമയം ഗുജറാത്ത്, ഡൽഹി ഈ 2 ടീമിനും 12 പോയിന്റ് ഉണ്ട്. RCB 99% പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ പണി കിട്ടിയിരിക്കുന്നത് CSK ടീമിനാണ്. ചെന്നൈക്ക് 4 പോയിന്റ് മാത്രമേ ഉള്ളൂ. ചെന്നൈയുടെ പ്ലേ ഓഫ് സാധ്യത 10% മാത്രമാണ്. ഇതേ സമയം രാജസ്ഥാൻ ടീം 8ാം സ്ഥാനത്താണ്. രാജസ്ഥാന് 6 പോയിന്റ് ഉണ്ട്. ഇനിയുള്ള എല്ലാ മാച്ചിലും ജയിച്ചാൽ രാജസ്ഥാന് പ്ലേ ഓഫിലെത്താൻ സാധിക്കും. കഴിഞ്ഞ മാച്ചിൽ രാജസ്ഥാൻ മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. നിലവിലെ പോയിന്റ് ടേബിൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് RCB, മുംബൈ, ഗുജറാത്ത്, ഡൽഹിയാണ്. RCB, മുംബൈ ഇത്തവണ ഉറപ്പായിട്ടും പ്ലേ ഓഫിലെത്തും. ചെന്നൈ ടീം പ്ലേ ഓഫ് കാണില്ലെന്നത് ഉറപ്പായിരിക്കുകയാണ്. രാജസ്ഥാൻ ടീമിന് കുറച്ച് സാധ്യതയുമുണ്ട്. കഴിഞ്ഞ വട്ടം ചാമ്പ്യന്മാരായ കൊൽക്കത്ത ബാക്കിലാണ്. അപ്പോൾ ഇത്തവണ കപ്പ് നേടുന്ന ടീം ഏതായിരിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.